ബിസിനസ്സിൽ വിവിധങ്ങളായ ഫങ്ഷൻസ് ഉണ്ട്. മാർക്കറ്റിംഗ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്, HR ഉണ്ട്, R&D ഉണ്ട്, L&D ഉണ്ട്. ഇങ്ങനെ പോകുന്നു. എന്നാൽ ഒരു ബിസിനസ് എത്ര ചെറുതായാലും എത്ര വലുതായാലും ആ ബിസിനസ് പരാജയപ്പെടുവാനുള്ള 3 ഫങ്ഷൻസ്, 3 ഘടകങ്ങൾ അതേതാണ് എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു ബിസിനസ് ചെറുതായാലും വലുതായാലും പരാജയപ്പെടുവാൻ കാരണമാകുന്ന ഘടകങ്ങൾ, ഈ പറയപ്പെടുന്ന 3 ഫങ്ഷനുകളിൽ ശരിയായ വിധത്തിൽ ശ്രദ്ധ പതിഞ്ഞില്ല എങ്കിൽ എത്ര വലുതായാലും എത്ര ചെറുതായാലും ബിസിനസ് പരാജയപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. നാം വിൽക്കുന്ന ഉൽപ്പന്നമോ സേവനമോ അത് ഏത് തരത്തിലുള്ള ഉപഭോക്താക്കളിലേക്കാണ് എത്തേണ്ടത്, അവരിലേക്ക് മെസ്സേജുകൾ എത്താൻ, അവരിലേക്ക് ഈ സന്ദേശം എത്തുവാൻ ചെയ്യുന്ന ഏർപ്പാടാണ് ലളിതമായിട്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഈ മാർക്കറ്റിംഗ് ശരിയായ രൂപത്തിൽ ഫങ്ഷൻ ചെയ്തില്ല എങ്കിൽ എത്ര തന്നെ വലിയ ബിസിനസ് ആയാലും എത്ര തന്നെ ചെറിയ ബിസിനസ് ആയാലും മാർക്കറ്റിംഗിന്റെ കാര്യത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ബിസിനസ് പരാജയപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ ഫംഗ്ഷനിലുള്ള മാർക്കറ്റിംഗിലൂടെ കസ്റ്റമേഴ്സിന്റെ, ഉപഭോക്താക്കളുടെ മനസ്സിൽ പതിഞ്ഞ പേര് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ പതിഞ്ഞ ഇമേജ്, അത് അവർ തിരിച്ച് കസ്റ്റമറായിട്ട് നമ്മളടുത്തേക്ക് വരുമ്പോൾ, ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആ മാർക്കറ്റിംഗിലൂടെ കിട്ടിയ കസ്റ്റമേഴ്സിനെ കൺവേർട്ട് ചെയ്തിട്ട് സെയിൽസ് ആക്കിയിട്ട് മാറ്റിയിട്ട് കമ്പനിയിലേക്ക് റവന്യൂ കൊണ്ടുവരുവാൻ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചില്ല എങ്കിൽ സെയിൽസ് പരാജയപ്പെടും. തീർച്ചയായിട്ടും സെയിൽസ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ ബിസിനസ് പരാജയപ്പെടും എന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ പറ്റും. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും വളരെ ജാഗരൂകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഫൈനാൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗിലൂടെ സെയിൽസിലൂടെ റവന്യൂ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ റവന്യൂ ആയിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് വരണം. കടങ്ങൾ പോവരുത്. പേയ്മെന്റ് നടത്തേണ്ട സമയത്ത് മാത്രമേ നടത്താവുള്ളൂ, നടത്തേണ്ട സമയത്ത് നടത്തണം. റിസീവബിൾസിന്റെ കാര്യത്തിൽ ശരിയായ കൺട്രോൾ വേണം, ശരിയായ നിയന്ത്രണം വേണം. ഇങ്ങനെയെല്ലാം ശരിയായ രൂപത്തിൽ ഫൈനാൻസ് ഫംഗ്ഷൻ നടന്നില്ല എങ്കിൽ, ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ചെറുതായാലും വലുതായാലും ബിസിനസ് പരാജയപ്പെടും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 3 ഘടകങ്ങൾ, ഈ 3 ഫങ്ഷൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് ഫൈനാൻസ് ശരിയായ രൂപത്തിൽ ഫങ്ഷൻ ചെയ്തില്ല എങ്കിൽ ബിസിനസ് എത്ര വലുതായാലും എത്ര ചെറുതായാലും പഴയതായാലും പുതിയതായാലും പരാജയപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.